Hi students, welcome back. Today we are going to discuss esterification topic from alcohols, phenols and ethers. Okay, esterification. Alcohols and phenols react with the carboxylic acids, acid chloride and acid anhydride to form esters. Okay, alcohols and phenols react with the carboxylic acids, acid chloride and acid anhydride to form esters. അപ്പം നമ്മുടെ നോക്കിക്ക് ഇവിടെ ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇക്വേഷൻ നോക്കിക്ക് നമ്മുടെ കണ്ടോ, AROH അല്ലെങ്കിൽ ROH റിയാക്ട് വിത്ത് R-COH. ആൽക്കഹോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. In the presence of acid, we will get ester. കണ്ടോ, AROCOR' അല്ലെങ്കിൽ ROCOR'. നമുക്കറിയാവുന്ന RC ഡബിൾ ബോണ്ട് OR'. അപ്പോൾ R മാറ്റി വെച്ച് അവിടെ AR ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതാണ് ആസിഡ് അൺഹൈഡ്രൈഡ് എന്ന് പറയുന്നത്. ആസിഡ് അൺഹൈഡ്രൈഡ്, അസറ്റിക് അൺഹൈഡ്രൈഡ് എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ ആസിഡ് അൺഹൈഡ്രൈഡ് R'CO2O. In the presence of acid we will get ester. ester ARC ഡബിൾ ബോണ്ട് OR' അല്ലെങ്കിൽ RC ഡബിൾ ബോണ്ട് OR'. ഓക്കെ, പ്ലസ് R'COH. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് അതുപോലെ തന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഫീനോൾ റിയാക്ട് വിത്ത് ആസിഡ് ക്ലോറൈഡ് R'COCl. ഇൻ ദ പ്രസൻസ് ഓഫ് pyridine we will get ester plus HCl. ഓക്കെ, അപ്പം നന്നായിട്ട് അത് പഠിച്ചു വയ്ക്കുക. ദ റിയാക്ഷൻ വിത്ത് കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആസിഡ് അൺഹൈഡ്രൈഡ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ ദി പ്രസൻസ് ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. ഈ രണ്ട് റിയാക്ഷനും കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. സ്മോൾ എമൗണ്ട് ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, the reaction is reversible and therefore water is removed as soon as it is formed. This is a reversible reaction ആണ്. സോ ഇവിടെ വാട്ടറും അതുപോലെ തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ബൈ പ്രോഡക്റ്റ് രണ്ടും പെട്ടെന്ന് റിമൂവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത് റിയാക്ഷൻ റിവേഴ്സിബിൾ ആയി പോകും. ഓക്കെ, the reaction is reversible and therefore water is removed as soon as it is formed. The reaction with acid chloride is carried out in the presence of a base, that is pyridine, so as to neutralize the HCl. അപ്പോൾ നമ്മുടെ ആൽക്കഹോളും ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് പിരിഡിനാണ്. പിരിഡിൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസാണ്. ആ പിരിഡിൻ സോ ആസ് ടു ന്യൂട്രലൈസ് HCl ഫോം ഡ്യൂറിങ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഫോം ചെയ്യുന്ന HClനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിരിഡിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിരിഡിൻ്റെ റോൾ എന്താണ്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പിരിഡിൻ? the formation of ester from alcohol and acid chloride. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ബൈ പ്രോഡക്റ്റാണ് HCl എന്ന് പറയുന്നത്. ആ HClനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് പിരിഡിൻ്റെ ഫങ്ഷൻ. മനസ്സിലാക്കി, കറക്റ്റ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇറ്റ് ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇക്വിലിബ്രിയത്തിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് പിരിഡിന് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്തോളും, എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ റിയാക്ഷൻ ഉണ്ടാകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇൻട്രഡക്ഷൻ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾ ഓർ ഫീനോൾ ഈസ് നോൺ ആസ് അസറ്റലൈസേഷൻ. അസറ്റലൈസേഷൻ ഓഫ് സാലിസിലിക് ആസിഡ് പ്രൊഡ്യൂസ് ആസ്പിരിൻ. ഉണ്ടോ, ഇവിടെ നമ്മൾ പഠിച്ചു, ഇത് നമ്മുടെ സാലിസിലിക് ആസിഡാണ്. സാലിസിലിക് ആസിഡ് ബെൻസീൻ റിങ്ങിൽ COH കണ്ടോ, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ OH. അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ്, CH3CO2O. ഇൻ ദി പ്രസൻസ് ഓഫ് ആസിഡ് we will get acetyl salicylic acid, that is known as aspirin. Acetyl salicylic acid is known as aspirin. കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അസറ്റൈൽ സാലിസിലിക് ആസിഡ് ദാറ്റ് ഈസ് നോൺ ആസ് ആസ്പിരിൻ. കണ്ടോ, അപ്പോൾ ഇവിടെ CH3CO ഗ്രൂപ്പ് നമ്മൾ പഠിച്ച അസറ്റിലേഷൻ എന്താണ്? അസറ്റിലേഷൻ ആൽക്കൈലേഷനും അസറ്റിലേഷനും. ഓക്കെ, സെയിം അത് തന്നെയാണ്. CH3CO ഗ്രൂപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരിക. CH3CO ഗ്രൂപ്പ് അസറ്റൈൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ OHൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ H
അവിടെ നിന്ന് CH3CO twice O അല്ലേ, അപ്പോൾ CH3COOH അസറ്റിക് ആസിഡ് പ്ലസ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് COCH3 that is known as aspirin. Acetyl salicylic acid is known as aspirin. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് CH3CO ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ഈസ് നോൺ ആസ് അസറ്റൈലേഷൻ. നമ്മൾ പഠിച്ചല്ലേ അസറ്റൈലേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ 11th പഠിച്ച ഇൻട്രൊഡക്ഷൻ ഓഫ് CH3CO ഗ്രൂപ്പ് ഇൻ ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ഈസ് നോൺ ആസ് അസറ്റൈലേഷൻ അല്ലെങ്കിൽ അസൈലേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ നന്നായിട്ട് അസറ്റൈൽ ഗ്രൂപ്പാണ് നമ്മളിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുക, അതിനാണ് അസറ്റൈലേഷൻ എന്ന് വന്നത്. CH3CO twice O അസറ്റിക് അൺഹൈഡ്രൈഡ്. അപ്പോൾ ഈ റിയാക്ഷൻ നല്ല കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് OH ഗ്രൂപ്പ്, OHൻ്റെ ഇടയ്ക്കുള്ള ആ ബോണ്ട്, Oയ്ക്കും Hനും ഇടയ്ക്കുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അല്ലേ. ഇനി നമ്മൾ പോകുന്നത് റിയാക്ഷൻസ് ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് കാർബൺ ഓക്സിജൻ ബോണ്ട് ഇൻ ആൽക്കഹോൾ. CO ബോണ്ട് ബ്രേക്കിംഗ് ആണ്, CO ബോണ്ട് ക്ലീവേജ് ആണ്. ദ റിയാക്ഷൻസ് ഇൻവോൾവിങ് ക്ലീവേജ് ഓഫ് CO ബോണ്ട് ടേക്സ് പ്ലേസ് only in alcohol. Phenols show this type of reaction only with zinc. കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് നന്നായിട്ട് തിയറി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. The reactions involving cleavage of CO bond takes place only in alcohol. Phenols show this type of reactions only with zinc. Okay. Reaction with hydrogen halide. Alcohol react with hydrogen halide to form alkyl halide. കണ്ടോ ROH. അപ്പോൾ ഇവിടെ Rഉം Oയും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന RX plus H2O. Okay. The difference in reactivity of 3 classes of alcohol with HCl distinguish them from one another by Lucas test. അപ്പോൾ നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ലൂക്കാസ് ടെസ്റ്റ്. ഓക്കെ. ആൽക്കഹോൾസ് ആർ സോലുബിൾ ഇൻ ലൂക്കാസ് റിയേജൻറ്റ് while their halides are immiscible and produce turbidity in solution. കണ്ടോ? ഇപ്പോൾ ലൂക്കാസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് to distinguish primary, secondary and tertiary alcohol. Alcohols are soluble in Lucas reagent. Lucas reagent alcohols soluble ആയിരിക്കും. Lucas reagent means that is concentrated HCl and ZnCl2. While their halides are immiscible and produce turbidity in solution. Okay, alcohols are soluble in Lucas reagent, പക്ഷേ അവരുടെ ഹാലൈഡ്സ് immiscible ആയിരിക്കും ആൻഡ് പ്രൊഡ്യൂസ് ടർബിഡിറ്റി ഇൻ സൊല്യൂഷൻ. ഇൻ കേസ് ഓഫ് ടെർഷറി ആൽക്കഹോൾ ആണെങ്കിൽ ടർബിഡിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആസ് ദേ ഫോം ദ ഹാലൈഡ്സ് ഈസിലി. അപ്പോൾ നമ്മുടെ ലൂക്കാസ് റിയേജൻറ്റിലേക്ക് നമ്മുടെ ടെർഷറി ആൽക്കഹോളിനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ടർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി ഫോം ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ ലൂക്കാസ് റിയേജൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിലേക്ക് ലൂക്കാസ് റിയേജൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റിയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ടെർഷറി ആൽക്കഹോൾ ആയിരിക്കും. ടർബിഡിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആസ് ദേ ഫോം ദി ഹാലൈഡ്സ് ഈസിലി. പ്രൈമറി ആൽക്കഹോൾ ഡു നോട്ട് പ്രൊഡ്യൂസ് ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി ഫോം ചെയ്യിപ്പിക്കില്ല ആര്? പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോൾ ഡു നോട്ട് പ്രൊഡ്യൂസ് ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ടർബിഡിറ്റി ഫോം ചെയ്യിപ്പിക്കില്ല ആര്? പ്രൈമറി ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇൻ ദി കേസ് ഓഫ് ടെർഷറി ആൽക്കഹോൾ ടർബിഡിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആസ് ദേ ഫോം ദി ഹാലൈഡ്സ് ഈസിലി. അതേസമയം പ്രൈമറി ആൽക്കഹോൾ ഡു നോട്ട് പ്രൊഡ്യൂസ് ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ. അപ്പം നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് ലൂക്കാസ് ടെസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ
ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. കാരണം ഇതിനകത്ത് സെക്കൻഡറി ആൽക്കഹോളിൻ്റെ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പം നമുക്ക് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്ന ടെസ്റ്റ് ലൂക്കാസ് ടെസ്റ്റ്. ലൂക്കാസ് റിയേജൻറ്റ് മീൻസ് ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റ് HCl ആൻഡ് SnCl2 ആണ്. വിത്ത് ദെയർ ഹാലേഴ്സ് ആർ ഇമ്മിസിബിൾ and produce turbidity in solution. Okay, if we shake a few drops of alcohol with the Lucas reagent, tertiary alcohol react almost immediately to form the alkyl halide. കണ്ടോ? അപ്പോൾ ടെർഷറി പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും, നമുക്ക് ടർബിഡിറ്റി ഫോം ചെയ്യും. കണ്ടോ? ഇമ്മീഡിയറ്റ്ലി ഹാലൈഡ് ഫോം ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ടർബിഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ tertiary alcohol react almost immediately to form the alkyl halide which is insoluble and forms an oily layer form ചെയ്യും. ഓക്കെ, secondary alcohol react within 3 minutes to 5 minutes. 3 minutes 5 minutesനുള്ളിൽ secondary alcohol react ചെയ്യും. ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ഇല്ല അവർക്ക്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്താൽ 3 minutes to 2 minutesനുള്ളിൽ അവർ റിയാക്ട് ചെയ്യും. എ പ്രൈമറി ആൽക്കഹോൾ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ലൂക്കാസ് റിയേജൻറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജൻറ്റുമായിട്ട് റൂം ടെമ്പറേച്ചറിൽ അത്ര നോട്ടീസബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ട്രൈഹാലൈഡ്. ആൽക്കഹോൾസ് ആർ കൺവേർട്ടഡ് ടു ആൽക്കൈൽ ബ്രോമൈഡ് ബൈ ദി റിയാക്ഷൻ വിത്ത് ഫോസ്ഫറസ് ട്രൈബ്രോമൈഡ്. നമ്മൾ പഠിച്ച കാര്യമാണ്. ഡീഹൈഡ്രേഷൻ. ആൽക്കഹോൾ അണ്ടർഗോസ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ മീൻസ് റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ ടു ഫോം ആൽക്കീൻ ഓൺ ട്രീറ്റിംഗ് വിത്ത് പ്രോട്ടിക് ആസിഡ്. എക്സാമ്പിൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഓർ ഫോസ്ഫോറിക് ആസിഡ് ഓർ എ കാറ്റലിസ്റ്റ് സച്ച് ആസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ഓർ അലുമിന. അപ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ്റെ ടോപ്പിക്കാണ് പറയുന്നത്. ഡീഹൈഡ്രേഷൻ. Alcohol undergo dehydration. Dehydration means removal of water molecule to form alkene in the presence of a protic acid such as concentrated sulfuric acid or phosphoric acid or catalysts such as anhydrous aluminum chloride or anhydrous alumina അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ്. അലുമിന അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഡീഹൈഡ്രേഷൻ നടക്കും. ഡീഹൈഡ്രേഷൻ മീൻസ് റിമൂവൽ ഓഫ് വാട്ടർ മോളിക്യൂൾ. കണ്ടോ? ഈ വാട്ടർ മോളിക്യൂൾസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് C+C. ഓക്കെ, നമുക്ക് കിട്ടുന്നത് ആൽക്കീനായിരിക്കും. എത്തനോൾ അണ്ടർഗോസ് ഡീഹൈഡ്രേഷൻ ബൈ ഹീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് at 443 Kelvin. എത്തനോൾ C2H5OH. സൾഫ്യൂരിക് ആസിഡ് 443 Kelvin. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ OHും അതുപോലെ തന്നെ C2H5 അല്ലേ, വാട്ടർ എലിമിനേഷൻ നടത്തുക. അപ്പം നമുക്ക് CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടി. ഓക്കെ, C2H5OH. C2H5OH we know C2H5OH means CH3 CH2OH. ഓക്കെ, ഇവിടെ നിന്ന് OH, ഇതിൽ നിന്നൊരു ഹൈഡ്രജൻ. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CH2 ഡബിൾ ബോണ്ട് CH2. കണ്ടോ? അതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് വാട്ടർ അറ്റ് 443 Kelvin ഇൻ ദ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇൻ ദി പ്രസൻസ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് അല്ലെങ്കിൽ അലുമിന. അലുമിന മീൻസ് Al2O3. ഓക്കെ, വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് CH2 ഡബിൾ ബോണ്ട് CH2. ആൽക്കീൻ ആസ് ദ പ്രോഡക്റ്റ്. കറക്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് സെക്കൻഡറി ആൻഡ് ടെർഷറി ആൽക്കഹോൾസ് ആർ ഡീഹൈഡ്രേറ്റഡ് അണ്ടർ മൈൽഡർ കണ്ടീഷൻസ്. ഇത് കണ്ടോ? ഇത് OH അറ്റാച്ചിരിക്കുന്ന കാർബണിലേക്ക് 2 ആൽക്കൈൽ ഗ്രൂപ്പ് 2 CH3 ഗ്രൂപ്പ് വന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് സെക്കൻഡറി. 85% ഓഫ് ഫോസ്ഫോറിക് ആസിഡ് അറ്റ് 440 Kelvin. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിവിടെ നിന്നൊരു OHും അതുപോലെ തന്നെ ബീറ്റ കാർബൺ. OH അറ്റാച്ചിരിക്കുന്ന കാർബൺ ആൽഫ, ഇത് രണ്ടും ബീറ്റ. ഏതെങ്കിലും ഒരു ബീറ്റ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും റിമൂവ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഹൈഡ്രജൻ റിമൂവ് ആയിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടുന്ന CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2O. നെക്സ്റ്റ് ടെർഷ്യറി ആൽക്കഹോൾ OH അറ്റാച്ചിരിക്കുന്ന കാർബണോട് 3CH3 ഗ്രൂപ്പ്, ദാറ്റ് ഈസ് നോൺ ആസ് ടെർഷ്യറി. ഇൻ ദി പ്രസൻസ് ഓഫ് 20 parts സൾഫ്യൂരിക് ആസിഡ് ആൻഡ് 358 Kelvin വി വിൽ ഗെറ്റ് ആൽക്കീൻ. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് OH ഈ 3CH3 ഗ്രൂപ്പിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു ഹൈഡ്രജൻ, അപ്പോൾ ഇവിടെ നിന്ന് ഹൈഡ്രജൻ പോയതുകൊണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ കണ്ടീഷൻസ് കറക്റ്റ്. പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴുണ്ടാകുന്ന റിയാക്ഷൻ കണ്ടീഷൻസ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന റിയാക്ഷൻ കണ്ടീഷൻസ്, പ്രൈമറി ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് at 443 Kelvin, secondary means that is 85% phosphoric acid at 440 Kelvin, 20% phosphoric acid at 358 Kelvin. ഓക്കെ, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. ദ റിലേറ്റീവ് കേസ് ഓഫ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ ഫോളോസ് ദ ഫോളോവിങ് ഓർഡർ: ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. കണ്ടോ, ടെർഷ്യറിക്കാണ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിയാക്ഷൻ നടക്കുന്നത്, അതിന് കുറച്ചുകൂടെ മൈൽഡർ കണ്ടീഷൻസ് മതി. പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി. ഇനി അതിൻ്റെ മെക്കാനിസം നോക്കാം. മെക്കാനിസംസ് എല്ലാം കറക്റ്റായിട്ട് എഴുതി പഠിക്കുക. ഇവിടെ നോക്കിക്കേ, ഫോർമേഷൻ ഓഫ് പ്രോട്ടോണേറ്റഡ് ആൽക്കഹോളാണ്. പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ ഫോം ചെയ്ത് നമുക്കറിയാം നമ്മൾ എത്തനോളാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ആസിഡിൻ്റെ പ്രസൻസിലാണ്, നമുക്ക് റിയാക്ഷൻ നടക്കുന്ന ആസിഡിൻ്റെ പ്രസൻസിലാണ്. സോ H+മായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ടോ, ഇവിടെ OH2, ഇവിടെ OH മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ കണ്ടോ OH2, പ്രോട്ടോണേറ്റഡ് ആൽക്കഹോൾ. ഈഥൈൽ ഓക്സോണിയം അയോൺ. ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ ആണ്. ഇതായിരിക്കും സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, അതുകൊണ്ട് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഇതായിരിക്കും. സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്, ഫോർമേഷൻ ഓഫ് കാർബോകാറ്റയോൺ. അപ്പോൾ ഇതിനകത്തുനിന്ന് വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്തു പോവുക. കണ്ടോ, സ്ലോ സ്റ്റെപ്പ്, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോകും. കണ്ടോ, വാട്ടർ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോയി, H2O. അപ്പോൾ നമുക്ക് CH3 CH2+. ഇപ്പം കെമിക്കൽ കൈനറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന സ്ലോവസ്റ്റ് സ്റ്റെപ്പാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. അന്ന് ടോപ്പിക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത് പഠിക്കുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് H2O, എലിമിനേറ്റ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ കാർബോകാറ്റയോൺ ഫോം ചെയ്തു. ഇനി ഫോർമേഷൻ ഓഫ് ഈത്തീൻ ബൈ എലിമിനേഷൻ ഓഫ് എ പ്രോട്ടോൺ. ഈഥീൻ ഫോർമേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നമ്മളിവിടെ വെച്ചൊരു പ്രോട്ടോണിനെ വാങ്ങി അല്ലേ, ഒരു പ്രോട്ടോണിനെ നമ്മൾ എടുത്തു, അവസാനം നമ്മൾ ആ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഒരു പ്രോട്ടോൺ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പ്രോട്ടോൺ റിമൂവ് ചെയ്തത് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു പ്രോട്ടോൺ റിമൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? CH2 ഡബിൾ ബോണ്ട് CH2, ഈത്തീൻ പ്ലസ് H+. അപ്പം കറക്റ്റായിട്ട് മെക്കാനിസം പഠിച്ചു വയ്ക്കണം കേട്ടോ. ഓക്കെ, ദി ആസിഡ് യൂസ്ഡ് ഇൻ സ്റ്റെപ്പ് 1 ഈസ് റിലീസ്ഡ് ഇൻ സ്റ്റെപ്പ് 3 ടു ഡിറൈവ് ദി ഇക്വിലിബ്രിയം ടു ദ റൈറ്റ്. ഈഥീൻ ഈസ് റിമൂവ്ഡ് ആസ് ഇറ്റ് ഈസ് ഫോംഡ്. പെട്ടെന്ന് തന്നെ ഈഥീനെ റിമൂവ് ചെയ്തേക്ക്. ഇനി ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ ഇൻവോൾവ് ദി ഫോർമേഷൻ ഓഫ് എ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് വിത്ത് ക്ലീവേജ് ഓഫ് ആൻ OH ആൻഡ് CH ബോണ്ട്. കണ്ടോ, ഓക്സിഡേഷൻ നോക്കിക്കേ, ഓക്സിഡേഷൻ നടക്കുമ്പോൾ CH ബോണ്ടും OH ബോണ്ടും ഒരുപോലെ ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ ഇവിടെ C ഡബിൾ ബോണ്ടോ വരും. Such a cleavage and formation of bond occur in oxidation reactions. These are also known as the dehydrogenation. Dehydrogenation means removal of hydrogen. Dehydrogenation reaction as these involve loss of dihydrogen from an alcohol molecule. Alcohol molecule ന്ന് dihydrogen ആണ് റിമൂവ് ആയിരിക്കുന്നത്. So this is known as dehydrogenation. Depending on the oxidizing agent used, a primary alcohol is oxidized to an aldehyde which in turn oxidized to a carboxylic acid. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്രൈമറി ആൽക്കഹോൾ ആദ്യം ഈസ് ഓക്സിഡൈസ് ടു ആൻ ആൽഡിഹൈഡ്. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് ആൽഡിഹൈഡ് ആക്കി മാറ്റും. ആൽഡിഹൈഡിനെ പിന്നെ ഫർദർ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് കാർബോക്സിലിക് ആസിഡായിട്ട് മാറ്റുന്നത്. അപ്പോൾ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ് മനസ്സിലാക്കിക്കണം. ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കുക. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. കണ്ടോ, ആൽക്കഹോൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പം ആദ്യം ആൽഡിഹൈഡ് ആയിട്ട് മാറും, പിന്നെ അത് കാർബോക്സിലിക് ആസിഡായിട്ട് മാറും. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് സച്ച് ആസ് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആർ യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് കാർബോക്സിലിക് ആസിഡ് ഫ്രം ആൽക്കഹോൾ ഡയറക്ട്ലി. കണ്ടോ, ആൽക്കഹോളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കാർബോക്സിലിക് ആസിഡ് കിട്ടണമെങ്കിൽ സ്ട്രോങ്
ഓക്സിഡൈസിങ് ഏജന്റായ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്താൽ മതി. കറക്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ, കറക്റ്റ്, ഒറ്റ തെറ്റും വരരുതും. നമുക്ക് ആൽക്കഹോളിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടണമെങ്കിൽ നമ്മൾ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി CrO3 എന്ന് മീൻസ് അൺഹൈഡ്രസ് in an anhydrous medium is used as the oxidizing agent for the isolation of aldehyde. നമ്മൾ CrO3 ക്രോമിയം ട്രയോക്സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡ് വന്നിട്ട് സ്റ്റോപ്പായി പോകും. ഓക്കെ, ആൽക്കഹോളിൽ നിന്ന് ആൽഡിഹൈഡ് വരെ എത്തുള്ളൂ. എ ബെറ്റർ റിയേജന്റ് ഫോർ ദി ഓക്സിഡേഷൻ ഓഫ് പ്രൈമറി alcohols to aldehyde in a good yield is pyridinium chlorochromate, PCC. PCCയുടെ ഫുൾ ഫോം pyridinium chlorochromate, a complex of chromium trioxide with pyridine and HCl. Chromium trioxide with pyridine and HCl, that is known as PCC. PCC means pyridinium chlorochromate. Pyridinium chlorochromate. Okay, there is a complex of chromium trioxide with pyridine and HCl. നോക്കിക്കേ, CH3 CS ഡബിൾ ബോണ്ട് CH CS2OH PCC pyridinium chlorochromate. അപ്പോൾ നമുക്ക് കിട്ടുന്ന CH3 CH ഡബിൾ ബോണ്ട് CH CH2OH ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യും. അപ്പോൾ നമുക്കവിടെ ഒരു ആൽഡിഹൈഡ് കിട്ടും. കണ്ടോ, CHO CH2OH ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവിടെ CHO ആയിരിക്കും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ. PCC എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കാനുള്ള എക്സാം, pyridinium chlorochromate PCC. അതൊരു ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡ് ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്. സെക്കൻഡറി ആൽക്കഹോൾസ് ആർ ഓക്സിഡൈസ്ഡ് ടു കീറ്റോൺ ബൈ ക്രോമിക് അൺഹൈഡ്രൈഡ്. ക്രോമിക് അൺഹൈഡ്രൈഡ് CrO3 ക്രോമിയം ട്രയോക്സൈഡ്, ദാറ്റ് ഈസ് ക്രോമിക് അൺഹൈഡ്രൈഡ്. കണ്ട, അത് സെക്കൻഡറി ആൽക്കഹോൾ. OH അറ്റാച്ച് ചെയ്യുന്ന കാർബണോട് 2 ആൽക്കൈൽ ഗ്രൂപ്പ്, സോ ഇറ്റ് ഈസ് നോട്ട് ആ സെക്കൻഡറി ആൽക്കഹോൾ. അത് ക്രോമിക് അൺഹൈഡ്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കീറ്റോൺ ആണ്. ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് കീറ്റോൺ കിട്ടും. പ്രൈമറി ആണെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും, സെക്കൻഡറി ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കീറ്റോൺ ആയിരിക്കും. പറഞ്ഞ് പഠിക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ഓക്സിഡേഷനും റിഡക്ഷനും തമ്മിൽ തിരിഞ്ഞു പോകാതെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ടെർഷ്യറി ആൽക്കഹോൾ do not undergo oxidation reaction. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും, സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ നമുക്ക് കീറ്റോൺ കിട്ടും. ഓക്കെ, ടെർഷ്യറി ആൽക്കഹോൾ ഡു നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ റിയാക്ഷൻ. പിന്നെ അണ്ടർ സ്ട്രോങ് റിയാക്ഷൻ കണ്ടീഷൻ സച്ച് ആസ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് എലിവേറ്റഡ് ടെമ്പറേച്ചർ, cleavage of various CC bond takes place and a mixture of carboxylic acid containing lesser number of carbon atom is formed. ഓക്കെ, ടെർഷ്യറി ആൽക്കഹോൾ നോർമൽ കണ്ടീഷൻസിലൊന്നും ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്യില്ല. അപ്പോൾ നമ്മൾ റിയാക്ഷൻ കണ്ടീഷൻ കൂടി സ്ട്രോങ് ആയിട്ട് കൊടുത്തു. കാരണം സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റായ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതുപോലെ ടെമ്പറേച്ചർ നമ്മൾ റേസ് ചെയ്ത് കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ CC ബോണ്ട് ക്ലീവ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയത് മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. കണ്ടോ, മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടിയത്. നമ്മൾ സിവിയർ കണ്ടീഷൻസ് കൊടുത്തപ്പോൾ നമ്മുടെ ടെർഷ്യറി ആൽക്കഹോൾ തന്നത് എ മിക്സ്ചർ ഓഫ് കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ, when the vapors of a primary or a secondary alcohol are passed overheated copper at 573 Kelvin, dehydrogenation takes place and an aldehyde or ketone is formed while tertiary alcohol undergoes dehydration. കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, പ്രൈമറി ആണ്, കോപ്പർ പൗഡർ. when the vapors of primary or secondary alcohol are passed overheated copper at 573 Kelvin, നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ കണ്ടോ, കോപ്പർ 573 Kelvin, നമുക്ക് കിട്ടുന്നത് കീറ്റോൺ ആണ്. ടെർഷ്യറി കണ്ടോ, കോപ്പർ 573 Kelvin, നമുക്ക് കിട്ടുന്നത് ആൽക്കീൻ ആയിരിക്കും. ഓക്കെ, കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വേപ്പേഴ്സ് പ്രൈമറി ഓർ സെക്കൻഡറി ആൽക്കഹോൾ ആർ പാസ്ഡ് ഓവർ ഹീറ്റഡ് കോപ്പർ അറ്റ് 573 Kelvin, ആൽഡിഹൈഡ്, കീറ്റോൺ. But in the case of secondary alcohol, we will get only
ആൽക്കീൻ. സെക്കൻഡറി ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ അണ്ടർഗോ ചെയ്യുവാണ്. അപ്പം നമുക്ക് കിട്ടുന്നത് ആൽക്കീൻ ആയിരിക്കും. ആൽക്കീൻ ആയിരിക്കും. ഓക്കെ. ഇനി റിയാക്ഷൻസ് ഓഫ് ഫീനോൾ. ഫോളോവിങ് റിയാക്ഷൻസ് ആർ ഷോൺ ബൈ ഫീനോൾ ഉള്ളി. ഫീനോൾ മാത്രം കാണിക്കുന്ന റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. In phenols, the reaction that takes place on the aromatic ring are electrophilic substitution reactions. The OH group attached to the benzene ring activate it towards the electrophilic substitution. Kando? The OH group attached to the benzene ring activate it towards the electrophilic substitution. Also, it direct the incoming group to the ortho and para positions in the ring as these positions become electron rich due to the resonance effect caused by the OH group. As it direct the incoming group, kanda? It direct the incoming group to ortho and para position in the ring. As these positions become electron rich due to the resonance effect caused by the OH group. Incoming ഗ്രൂപ്പിനെ ഓർത്തോയിലേക്കും പാരയിലേക്കും ഡയറക്റ്റ് ചെയ്യുക. കാരണം ഈ ഓർത്തോയും പാരയുമായിരിക്കും ഇലക്ട്രോൺ റിച്ച് ഡ്യൂ ടു റെസണൻസ് എഫക്റ്റ് കോസ്ഡ് ബൈ OH ഗ്രൂപ്പ്. ഓക്കെ. അപ്പം നോക്കിക്കേ, നൈട്രേഷൻ നോക്കുക. വൈൽ ഡൈലൂട്ട് നൈട്രിക് ആസിഡുമായിട്ട് നമ്മുടെ ഫീനോൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാനൈട്രോഫീനോൾ, എ മിക്സ്ചർ ഓഫ് ഓർത്തോ ആൻഡ് പാരാനൈട്രോഫീനോൾ ആയിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നത്. 298 കെൽവിൻ ലോ ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ. ദി ഓർത്തോ ആൻഡ് പാരാ ഐസോമേഴ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഓർത്തോനൈട്രോഫീനോൾ ഇത് നമുക്ക് സ്റ്റീം ഡിസ്റ്റിലേഷൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓർത്തോനൈട്രോഫീനോൾ ഇസ് എ സ്റ്റീം വോളട്ടൈൽ ഡ്യൂ ടു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. കണ്ടോ, ഓർത്തോനൈട്രോഫീനോളിനകത്ത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കണ്ടോ, ഇതാണ് ഓർത്തോനൈട്രോഫീനോൾ. ഇവിടെ വരുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇനി orthonitrophenol is steam volatile due to intramolecular hydrogen bonding, while paranitrophenol is less volatile due to intermolecular hydrogen bonding. ഇവിടെ ഇന്റർമോളിക് രണ്ട് മോളിക്യൂളിൻ്റെ ഇടയ്ക്കായിരിക്കും ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത്. ഇവിടെ ഒരു മോളിക്യൂളിനകത്തുള്ള കണ്ടോ, ഇവിടെ OHും OHLHും ഇവിടുത്തെ NO2ലെ Oയും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട്. So this is known as intramolecular hydrogen bonding and this is intermolecular hydrogen bonding. Okay. While paranitrophenol is less volatile due to intermolecular hydrogen bonding which causes the association of ഇവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയതുകൊണ്ട് പല ഗ്രൂപ്പുകൾ ചേർന്നിട്ട് കണ്ടോ ഒരു അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇത് ലെസ് വോളട്ടൈൽ ആയിരിക്കും. അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. രണ്ട് പേര് കണ്ടോ ഇങ്ങനെ വരുന്നു. ഇത് ഒരാളിൽ തന്നെയാണ് ബോണ്ടിങ് വരുന്നത്. ഇപ്പോൾ അവിടെ അസോസിയേഷൻ ഇല്ല, ഇവിടെ ഡിഫറെൻ്റ് മോളിക്യൂൾസ് തമ്മിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷൻ ഉള്ളത് കൊണ്ടത് ലെസ് വോളട്ടൈൽ ആയിരിക്കും, ഇത് മോർ വോളട്ടൈൽ ആയിരിക്കും. ഓക്കെ. വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഫീനോൾ ഈസ് കൺവേർട്ടഡ് ടു 2,4,6-trinitrophenol. ദി പ്രോഡക്റ്റ് ഈസ് കോമൺലി നോൺ ആസ് പിക്രിക് ആസിഡ്. ദ ഈൽഡ് ഓഫ് ദി റിയാക്ഷൻ പ്രോഡക്റ്റ് ഈസ് പൂർ. കണ്ട, ഫീനോൾ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ്, then we will get 2,4,6-trinitrophenol that is known as picric acid. അതിനാണ് നമ്മൾ പിക്രിക് 2,4,6-trinitrophenol is known as picric acid. Nowadays picric acid is prepared by treating phenol first with concentrated sulfuric acid. ഫീനോളിനെ ആദ്യം കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും, വിച്ച് കൺവേർട്ട് ഇൻ ടു ഫീനോൾ 2,4-ഡൈസൾഫോണിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,4-ഡൈസൾഫോണിക് ആസിഡ് ആയിരിക്കും. 2,4-ഡൈസൾഫോണിക് ആസിഡ്. ഓക്കെ. ആൻഡ് ദെൻ വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ടു ഗെറ്റ് 2,4,6-trinitrophenol. ഓക്കെ. അപ്പം നൗ എ ഡേയ്സ് എങ്ങനെയാണ് പിക്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഫീനോളിനെ
കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കണ്ട 2,4 ഡൈസൾഫോണിക് ആണ്. 2,4 ഇവിടെ നമ്മൾ പറഞ്ഞു 2,4 ഡൈസൾഫോണിക് ആസിഡ്, ദാറ്റ് ഈസ് നോൺ ആസ് 2,4 ഡൈസൾഫോണിക് ആസിഡ്. 2,4 ഡൈസൾഫോണിക് ആസിഡ്. Then it react with the concentrated nitric acid. We will get 2,4,6 trinitrophenol, that is known as picric acid. 2,4,6 trinitrophenol is known as picric acid. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കിട്ടിയല്ലോ. അപ്പോൾ ഫീനോൾ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ്, ദാറ്റ് ഈസ് നോൺ ആസ് പിക്രിക് ആസിഡ്. പക്ഷേ നൗവേ ഡേയ്സിൽ പിക്രിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം ഫീനോളിനെ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഫീനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ് കിട്ടും. ഫീനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ്, ഇതാണ് ഫീനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഫീനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ് കണ്ടോ, ഫീനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ് കിട്ടും. ഈ ഫീനോൾ 2,4 ഡൈസൾഫോണിക് ആസിഡ് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, വി വിൽ ഗെറ്റ് 2,4,6 trinitrophenol, that is known as picric acid. Okay. Next, halogenation. Halogenation. On treating phenol with bromine, different reaction products are formed under different experimental conditions. കണ്ട, phenol react with bromine in carbon disulfide. Okay, at 273 Kelvin. We will get കണ്ടോ ഓർത്തോ പൊസിഷനിൽ ബ്രോമിൻ, അതുപോലെ തന്നെ പാരാ പൊസിഷനിൽ ബ്രോമിൻ. ഓക്കെ, ഓർത്തോ ബ്രോമോഫീനോൾ, പാരാ ബ്രോമോഫീനോൾ. പാരാ ബ്രോമോഫീനോൾ is the major product. When the reaction is carried out in solvents of low polarity such as CHCl3, chloroform or carbon disulfide, and at low temperature monobromophenols are formed. ഇപ്പോൾ ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ ഇൻ കാർബൺ ഡൈസൾഫൈഡ് 273 Kelvin, we will get orthobromophenol and parabromophenol. Parabromophenol is a major product. The usual halogenation of benzene takes place in the presence of a Lewis acid such as FeBr3. സാധാരണ ഹാലോജിനേഷൻ നടക്കണമെങ്കിൽ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് വേണം, FeBr3. FeBr3 പോലെയുള്ള ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹാലോജിനേഷൻ നടക്കുകയുള്ളൂ. പക്ഷേ ഇൻ ദി കേസ് ഓഫ് ഫീനോൾ, ദി പോളറൈസേഷൻ ഓഫ് ദി ബ്രോമിൻ മോളിക്യൂൾ ടേക്സ് പ്ലേസ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൂയിസ് ആസിഡ്. കണ്ടോ, ഇവിടെ ഹാലോജിനേഷൻ നടക്കണമെങ്കിൽ ലൂയിസ് ആസിഡിന്റെ പ്രസൻസ് വേണമെന്ന് നിർബന്ധമില്ല. കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഹൈ ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഓഫ് OH ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ചിരിക്കുന്ന OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഈ ഹൈലി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ഈ OH എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അത് ഇൻകമിംഗ് ഗ്രൂപ്പിനെ ഓർത്തോയിലേക്കും പാരയിലേക്കും ഡയറക്റ്റ് ചെയ്തോടും, ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ്. ഓക്കെ, അത് ബോർഡ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ വാട്ടർ 2,4,6 ട്രൈബ്രോമോഫീനോൾ ഈസ് ഫോംഡ് ആസ് വൈറ്റ് precipitate. കണ്ടോ, ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ, വി വിൽ ഗെറ്റ് 2,4,6 ട്രൈബ്രോമോഫീനോൾ. അത് വൈറ്റ് precipitate ആയിരിക്കും. 2,4,6 ട്രൈബ്രോമോഫീനോൾ, ദാറ്റ് ഈസ് വൈറ്റ് precipitate. അപ്പം നമ്മൾ ഫീനോള് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 2,4,6 ട്രൈബ്രോമോഫീനോൾ, ദാറ്റ് ഈസ് എ വൈറ്റ് precipitate. ഓക്കെ, ഓക്കെ, നമുക്ക് എക്സാമ്പിൾ 11.5 നോക്കാം. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദി മേജർ പ്രോഡക്റ്റ് എക്സ്പെക്റ്റഡ് ഫ്രം ദി ഫോളോവിങ് റിയാക്ഷൻസ്. മോണോ നൈട്രേഷൻ ഓഫ് 3-methyl ഫീനോൾ. കണ്ട, 3-methyl ഫീനോൾ ആണ്. 3-methyl ഫീനോൾ എന്ന് പറയുമ്പം ഇതാണ് 3-methyl ഫീനോൾ. 3-methyl ഫീനോൾ കണ്ടോ, 3-methyl ഫീനോൾ ആണ്. ഇതിന് നമ്മൾ മോണോ നൈട്രേഷൻ അണ്ടർഗോ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കറിയാം മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടോ, ഈ OHഉം CH3 ഗ്രൂപ്പാണ് ദി പൊസിഷൻ ഓഫ് ദി ഇൻകമിംഗ് ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇത് രണ്ടുപേരും കൂടെയാണ് ഇൻകമിംഗ് ഗ്രൂപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാരാ പൊസിഷനിലേക്ക് ഒന്ന് കയറി വരും, ഇതിൻ്റെ പാരാ പൊസിഷനിലേക്ക് കയറി വരും. കണ്ടോ,
അങ്ങനെ വരുന്നത്. OH ഗ്രൂപ്പിൻ്റെ പാരാ പൊസിഷനിൽ NO2 കയറി വന്ന് CH3യുടെ പാരാ പൊസിഷനിലേക്ക് NO2 കയറി. 2 പ്രോഡക്റ്റ് അതുപോലെ ഉണ്ടാവുകയാണ്. ഇനി ഡൈനൈട്രേഷൻ ഓഫ് 3-methyl phenol. 3-methyl phenolൻ്റെ ഡൈനൈട്രേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഡൈനൈട്രേഷൻ അല്ലേ, അപ്പോൾ ഇയാളുടെ പാരാ പൊസിഷൻ ഇയാളുടെ പാരാ പൊസിഷൻ ഒരൊറ്റ ഒരു പ്രോഡക്റ്റ്. ഇനി മോണോനൈട്രേഷൻ ഓഫ് ഫിനൈൽ മെത്തനോയേറ്റ്. ഫിനൈൽ മെത്തനോവേറ്റ് മീൻസ് നമുക്കറിയാം ഫിനൈൽ മെത്തനോവേറ്റ് എന്ന് പറഞ്ഞ ഇതാ കണ്ടോ, CH3CO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഫീനോളിനകത്ത്, അവത്ത് H റിമൂവ് ചെയ്തിട്ട് നമ്മൾ അസൈലേഷൻ പഠിച്ചില്ലേ, അതുപോലെ തന്നെ അസറ്റിലേഷൻ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാരാ പൊസിഷൻ, അതാണ് മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, പാരാ പൊസിഷനിൽ ഫോം ചെയ്യും. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ അതിൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.